എടാ മോനെ ശിവ ഒന്നിങ്ങ് വന്നടാ. മോളെ ഐസ് വേഗം വേട്. മക്കളുടെ പ്രേമത്തെ സപ്പോർട്ട് ചെയ്യാൻ അമ്മയല്ലാതെ വേറെ ആരെ ഉണ്ടാകുക? മോനെ ശിവ ശരിക്കും എന്താണ് ഉണ്ടായ? എടി എന്താ ഉണ്ടായ ഒന്ന് പറ. മമ്മിക്ക് ഒരാൾ ലവ് ലെറ്റർ കൊടുത്താ പപ്പ സഹിക്കോ? പണ്ടായിരുന്നെങ്കിൽ സഹിക്കില്ല. ഇപ്പോ നിങ്ങളുടെ കാര്യത്തിനൊരു തീരുമാനമായ സ്ഥിതിക്ക് ഇനി പപ്പയ്ക്ക് ഒരൊറ്റ ആഗ്രഹമേ ബാക്കിയുള്ളൂ. ഇവളെ കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ പറഞ്ഞയച്ചിട്ട് എനിക്കൊന്ന് ഫ്രീ ആകും. എടി അതിന് ഞാൻ തമാശ പറഞ്ഞല്ലേ. പപ്പ ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഗായക നീ മീട്ടുമെൻ. അല്ല ഇതൊരു കവിതയല്ലേ? പ്രേമലേഖനം കവിതാ രൂപത്തിൽ എഴുതാലോ. കവിതയാണോ പ്രേമലേഖനമാണോ തർക്കം? ഞാൻ തീർത്തു തരാം. അയ്യോ സാർ എത്തിയായിരുന്നു. ഇരിക്കടാ. ഇതിൽ കവയത്രി ഉദ്ദേശിച്ച ശിവൻ ഗായകനാണോ? അതെ, ഈ നീനി ശിവന് പണ്ട് കുറെ യുഗ്മഗാനം പാടിയിട്ടുള്ളതാ. അപ്പോൾ വൃത്തമൊത്തു. ഗായക നീ മീട്ടുമെൻ ഗാത്രവീണയിൽ പൂത്തിടും. സാറിന് നാനാർത്ഥം മനസ്സിലായോ? നാനാർത്ഥം മനസ്സിലായി, പക്ഷേ ഈ ഗാത്രവീണ പിടികിട്ടിയില്ല സാറേ. ഗാത്രം എന്നാൽ ശരീരം, ഗാത്രവീണ എന്നാൽ ശരീരമാകുന്ന വീണ. അവൾ ശരീരമാകുന്ന വീണയിൽ അവന്റെ വിരലുകൾ മീട്ടിയപ്പോൾ ഗാത്രം പൂത്തു. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവന്റെ കൈകൾ കൊണ്ട് അവൾ എക്കിളി കൂട്ടിയപ്പോൾ അവൾക്ക് രോമാഞ്ചം ഉണ്ടായി. ഇത് പ്രേമലേഖനമൊന്നുമല്ല, അതിനേക്കാൾ കടുപ്പമുള്ള സാധനമോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ പപ്പ ഇതൊരു ലവ് ലെറ്റർ ആണെന്ന്. എടി മണ്ടി, ഈ വിവരദോഷി പറയണ കേട്ട് നീ അത് വിശ്വസിച്ചല്ലോ. അല്ല ഇരിക്കണം, കുറച്ചേരം കൂടെ ഇരിക്കണം സാറേ. നിന്നെ പോലെ ഒരു മണ്ടി. അതാ ഞാൻ മണ്ടിയാ. എനിക്ക് നിങ്ങൾ ആരും ഇഷ്ടമല്ല. പപ്പയും മമ്മിയും ശിവനെയും ആരും ഇഷ്ടമല്ല. ചെല്ലടാ, ചെന്ന് സമാധാനിപ്പിക്ക്. ഈ ഡോക്ടറും ഇങ്ങനെയായിരുന്നു. അവസാനം ഞാൻ കീഴടങ്ങും അല്ലടി. ചെല്ലടാ അങ്ങോട്ട്. സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. സാർ അവസാനമായിട്ട് കീഴടങ്ങി എന്നായിരുന്നു? ആരാ? ഞാനാ. വാതിൽ തുറക്ക്. നീ എന്താ രാത്രി നേരത്ത്? വാതിൽ തുറക്ക, പറയാം. കേറ്. ഒരാളൂടെ. ആരാ? കേൾക്കോ? മാഷെ തുണി മാറ്റാൻ. മാഷ് അസീസ നമ്മുടെ കുട്ടിയാ, ധൈര്യമായിട്ടിരിക്കാം. അസീസ നീ പേടിക്കണ്ട, ഒരു ഗ്ലാസും കൂടെ കൊടുത്തു. ഞാനിത് കഴിക്കില്ല. നിർബന്ധിക്കണ്ട, 3 ആൾക്ക് തികയില്ല. ഇയാളെന്തിട്ട് ഈ കുഞ്ഞിങ്ങിച്ച് കളിക്കണം? പണ്ടാണ് എടുക്കണ്ടും. അതൊക്കെ പിന്നെ ഒന്ന് മുട്ടി. വേണ്ട. കുഞ്ഞാൻ ടീച്ചറുടെ ബ്ലൗസ് ഉണ്ടാകുന്നുണ്ടല്ലേ? അത് തയ്ച്ചാ? ഇല്ല. അതിന്റെ തുണി എങ്ങനെയുണ്ട്? വളരെ നൈസാ. മാഷ് വാങ്ങിച്ചു കൊടുത്ത തുണിയാ. അതിന്റെ കാശും മാഷ് തന്നെ എന്നോളൂ കേട്ടോ. മാഷ് ഇങ്ങനെ എത്ര കാലം നോക്കിയും കണ്ണു കാണിച്ചും ഇങ്ങനെ കഴിയും? ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിക്കണം, കെട്ടാൻ പറ്റുമെന്ന്. കെട്ടിയ ഇതിന്റെ പുതുമ പോയില്ലേ? ഇതാ അതിന്റെ ഒരു രസം അല്ലേ? നിനക്കൊരു പെണ്ണ് കെട്ടണ്ടേ? കെട്ടണം. ഉമ്മ എപ്പോഴും പറയും നിക്കാതിന്റെ കാര്യം. ബാപ്പയെ പേടിച്ച് പെണ്ണ് കെട്ടാതിരുന്നാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നോക്കണം. ഇവന് പറ്റിയതാരാ മാഷേ? ആ കാട്ടുമാക്ക മമ്മദിന്റെ മോളായാലും. അത് വേണ്ട. എന്താ? അവളെ ഇടയ്ക്കിടയ്ക്ക് കോയമ്പത്തൂർ പോയിട്ട് വരുന്നു. നമ്മുടെ അയ്മൂട്ടിയുടെ മോള് നബീസോ? അവളുടെ കല്യാണം കഴിഞ്ഞാലേ ആചാര്യ. നമ്മുടെ പരീതിന്റെ മകള് സൈനബ ആയാലെന്താ? അവളുടെ നിക്കാതല്ലേ അടുത്ത ആഴ്ച. ഹൈദ്രോസിക്കാന്റെ മോൾ ആമിനെ എങ്ങനെ? എന്റെ അസീസ് നീ ആള് കൊള്ളാലോടാ. എന്റെ അയലോക്ക നല്ല കുട്ടിയാ. നീ കണ്ടിട്ടില്ലല്ലോ. നിനക്ക് നല്ല ചേർച്ചയായിരിക്കും. കാണണോ? എങ്കിൽ എന്റെ വീട്ടിലേക്ക് വന്നാ മതി, ഞാൻ കാട്ടിത്തരാം. ഉള്ള വാപ്പ മോര് ഹൈദ്രോസ്. എന്റെ അസീസെ ആണ് ദേ കൈകൊണ്ടൊന്നും ഞൊടിച്ചാൽ പാതാളത്തിന് അടിയിലിരിക്കുന്ന പെണ്ണാണെങ്കിലും പുറത്തു വരും. നീ കേട്ടിട്ടുണ്ടോ? ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൽ. ശ്രീരാമൻ വില്ലൊടിച്ചപ്പോ ഇടിവെട്ടിന്റെ ശബ്ദം കേട്ട പാമ്പുകളെ പോലെ രാജാക്കന്മാർ ഒന്ന് നടുങ്ങി. പക്ഷേ കുഞ്ഞാനി അല്ല സീത
മയിൽപേട പോലെ നൃത്തം ചെയ്തു. വിളിക്കണത് ആണായിരിക്കണം. ഹൈദ്രോസ്. ഹൈദ്രോസിന്റെ മോളല്ല, അവളുടെ ഉമ്മൂമ്മ വരെ ഇറങ്ങി വരും. എടാ അസീസെ, നീ ഒരാണല്ലേ? അല്ലേ? അയ്യോ അസീസ്, നീ ആണല്ലേ? കെട്ടണോ നിനക്ക് ആമീനെ? ഉണ്ടോ നിന്റെ അടുത്ത് വില്ലു വല്ലതും? ഉണ്ടെങ്കിൽ എടുത്ത് കൊലക്കടാ. ഉണ്ട്, ശരിയല്ലേ? ഇതിനുണ്ടായിരുന്ന സാധനം എവിടെ? താൻ ഓവറാവണ്ടെന്ന് കരുതി ഞാനെടുത്ത് കുടിക്കുന്നതാണ് അവരുടെ പെരട്ട നഗരെ. കുടിച്ചാ മതിയാക്കും കഷണ്ടി. നാടയെല്ലെങ്കിലും പൊൻകുട നിന്ന് പൊന്നിൻകുടം സിന്ദൂരാരുണ വിഗ്രഹം ത്രിനയനം മാണിക്യമൗലീസുരത്താരാനായ കുചേരം ആശ്ചര്യകരങ്ങൾ രാവിലെ നാമം ജപിക്കാനും സമ്മതിക്കില്ല. ബുദ്ധിമുട്ടായി അല്ലേ? ബുദ്ധിമുട്ടായി. എന്താ രാവിലെ തന്നെ? ഇന്നലെ പറഞ്ഞ കാര്യം. ഏത് കാര്യം? ആമിനാനെ. ആമീന്? ഏത് ആമീന? ഹൈദ്രോസക്കാന്റെ മോള്. അതിവിടെയല്ല, നേരെ കിഴക്കോട്ട് പോയാൽ മതി, ആ തൊടിക്കപ്പുറം. അതല്ല, ഇന്നലെ നിങ്ങളല്ലേ പറഞ്ഞത് കാണണമെങ്കിൽ വന്നാ മതി എന്ന്. നിക്കാഹ്. ഈ ചെക്കൻ എന്തിന്റെ സൂക്കേടാ ഇതിനപ്പോ രാവിലെ ഉടുത്തിറങ്ങി പുറപ്പെട്ടത്? നിക്കാഹൊക്കെ കാരണവന്മാര് തീരുമാനിക്കും, അതാ അതിന്റെ സമ്പ്രദായം. ചെന്ന് വാപ്പയെടുത്ത് പറ. പിന്നെ ഇങ്ങോട്ട് വരണമെന്നില്ല, നേരെ അങ്ങോട്ട് പോയാൽ മതി. അപ്പൊ പറഞ്ഞ പോലെ ആവട്ടെ, ചെല്ലേ. ദൂരാരുണ വിഗ്രഹം മാണിക്യമൗലീസുരത്താരാനായ കുചേരം കുഞ്ഞളവി വന്നു എന്ന് കേട്ട് കാണാൻ പറ്റില്ല. വന്നതല്ല, നമ്മൾ രക്ഷപ്പെട്ടതാ. വരി. നിങ്ങൾക്ക് ഇത്തിരി കായ് തരാനുണ്ട്. ചേടാ, അതൊക്കെ ഇപ്പൊ നിങ്ങളോട് നമ്മൾ ചോദിച്ചോ? കായിനിപ്പോ ഇത്തിരഞ്ഞിരിക്ക വിചാരിച്ച മാതിരി കച്ചവടങ്ങൾ നടക്കണില്ലല്ലേ. ഹൈദ്രോസിക്ക, നിനക്ക് കായ് ഇനിയും വേണോ? ചോദിക്ക്. അല്ല, വേണ്ടപ്പെട്ടതാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടേ? ഇതാ എടുത്തോളി. ഇത് ഇങ്ങോട്ടായിട്ട് കൊണ്ടുവന്നതാ. ഇവിടെ ആർക്കാ ഇത്? അധികമൊന്നുമില്ല. ഇതാ ആമിനൊക്കെ ഒരു കുപ്പായത്തുണ്ട്, പിന്നെ ടേപ്പ്, പിന്നെ ഇങ്ങക്ക് ഒരു ലൈറ്റ്. എന്താ നോക്കണേ? സ്വിച്ചാണ്, സ്വിച്ചാണ്. ഇങ്ങോട്ട് അത് ഇപ്പഴും ഇങ്ങനെ നെറ്റി കൊടുത്താൽ മതി. ഇതാ ഇതൊക്കെ എന്തിനാലവി? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, പെണ്ണുങ്ങൾക്ക് വേണമെങ്കിലോ? അപ്പൊ നമ്മൾ അറിഞ്ഞിട്ടെ. ഹൈദ്രോസ്ക, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പൈസ ഇന്ന് നമ്മളെടുത്ത് വരും, നാളെ എടുത്തു വരും. അതൊരു ബിസിനസ്സാ. മനുഷ്യനാണ് വലുത്. ഇന്ന് പടച്ചോൻ വേണ്ടി വെച്ചിട്ട് നമ്മളെ കയ്യിൽ ഇഷ്ടം പോലെ കയ്യുണ്ട്. 10-15 ലക്ഷത്തിന്റെ ഒരു പിഴ നമ്മൾ തീർക്കണം. അസൂയക്കാര് പലതും പറയും. നിങ്ങൾക്ക് നമ്മളെടുത്ത് എപ്പോഴും വരാം, എന്തും ചോദിക്കാം. ഇത് വെറുതെ പറയല്ല, പാവമാണ്. അപ്പൊ നമ്മൾ വരട്ടെ. എന്റെ തല പോയി. എടാ ഉണ്ടച്ചോറിന് നന്ദി കാണിക്കാത്ത പരമ ചെറ്റൻ. എടാ, ഞാൻ തന്ന അഡ്രസ് കൊണ്ട് ഇവിടെ വന്ന് ഞാൻ ഇരിക്കേണ്ട സീറ്റിലിരുന്നിട്ട് നീ എന്നെ വെറും ചാവാലെ പട്ടിയാക്കി വിടില്ലടാ നിന്റെ ഞാൻ. ആദ്യം നിനക്ക് പറയാനുള്ളത് പറഞ്ഞു തീർക്ക്, എന്നിട്ട് മതി കളരി. ഞാൻ നിന്ന് തരാം. എന്നാ കേട്ടോടാ തെണ്ടി. എടാ, ഞാൻ ഇവിടെ വരുമ്പോ എന്നെ സ്വീകരിച്ച് ആനയിച്ച് ആ ഗണപതി സാറിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് എന്റെ കാല് തൊട്ട് വടങ്ങിട്ട് ഈ നല്ല മനുഷ്യൻ കാരണമാ സാറ് ഞാനിവിടെ എത്തിയത്. അങ്ങനെ പറയുമ്പോ അന്തസ്സോടെ തലയുയർത്തി ഞെളിഞ്ഞു നിൽക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. എന്നെ അദ്ദേഹത്തിന്റെ മുമ്പിലിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയതും പോരാ, എന്നെ നീ തൂമ്പാപ്പണി എടുപ്പിക്കല്ലടാ. ഇനി നിന്ന് ആടാ, നിന്നെ മനസ്സ് നിറയെ തല്ലട്ടെ. പറയാനുള്ളത് പറഞ്ഞു തീർന്നല്ലോ. ഇനി എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. ഇന്ന് രാവിലെയും കൂടി ഞാൻ നിന്റെ കാര്യം സാറിനോട് പറഞ്ഞതാ. വേറൊരു ജീവി വീട്ടിൽ വേണ്ടാന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു.
പതുക്കെ സാവധാനത്തിൽ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്നായിരുന്നു എന്റെ പരിപാടി. അതിനിടയ്ക്ക് കർട്ടന്റെ പിന്നിൽ മര്യാദയ്ക്ക് നിൽക്കാതെ കുന്തം അറിയാൻ ഞാൻ നിന്നോട് പറഞ്ഞോ? അത് പിന്നെ ഞാൻ അയാളുടെ തോക്കിന്റെ വെടി കൊണ്ട് നീ മരിക്കാതിരിക്കാൻ എനിക്ക് അങ്ങനെ പലതും പറയേണ്ടി വന്നു, ചെയ്യേണ്ടി വന്നു. ഇനി നിനക്ക് എന്നെ തല്ലുക കൊല്ലുക എന്താ വെച്ചാ ചെയ്യാ. തല്ലില്ല. എനിക്കറിയാടാ നിന്റെ സ്നേഹം. എടാ, തടി നൊന്ത വിഷമത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയാണ്. എന്നെ നിനക്കറിഞ്ഞൂടെ? കുട്ടിക്കാലം മുതലേ നമ്മൾ ഒരേ പാത്രത്തിലുണ്ട്. മുഖത്തോട് മുഖം നോക്കി പറമ്പിൽ വിളിക്കുന്നത് നിനക്ക് ഓർമ്മയില്ലേ? അന്നും നിനക്കായിരുന്നു പൊക്കം കൂടുതല്. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് പിണക്കം മാറിയില്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, നീ എന്നെ തിരിച്ചു ചെല്ലിക്കോ. അടിക്കരുത്, തമാശ പറഞ്ഞാണ്. ഞാൻ ഒരു പാവം. അതല്ല, ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താ? എല്ലാരും ഊണ് കഴിച്ചു, ഞങ്ങളും കഴിച്ചു. ഇനി അച്ഛൻ മാത്രമേ ഉള്ളൂ. വിളമ്പട്ടെ? വേണ്ട, എനിക്ക് വിശക്കില്ല. അച്ഛന് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. ഞാനും കഴിക്കുന്നില്ല. എന്നാ ഞാനും കഴിക്കണില്ല. അപ്പൊ നിങ്ങൾ രണ്ടാളും കഴിച്ചു എന്ന് പറഞ്ഞതോ? അത് കുട്ടികൾ കഴിച്ചപ്പോ ഞാൻ ആ ഇലയിൽ ഒരു ഇത്തിരി വാരി കഴിച്ചതാ. അച്ഛന് വിശ്വാസമില്ലെങ്കിൽ വേണ്ട. ഒരു നേരം പട്ടിണി കിടന്നു വെച്ച് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ നീയോ? ഞാൻ അവസാനം ചെറിയൊരു ഗ്ലാസ്സിൽ ഇത്തിരി പായസം കുടിച്ചു. ക്ഷണിച്ചവരെല്ലാം വന്നിരുന്നോടാ. ആകെ 713 ഇലയിട്ടു. പായസം തികഞ്ഞില്ല. രണ്ടാമത് ഉണ്ടാക്കി. സദ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഏട്ടനാണ്. അനാഥ മന്ദിരത്തിലേക്ക് ഒരു ചാക്കരിയും 140 ഊണും ഞാൻ കൊടുത്തയച്ചു. അതെപ്പോ? അത് നീ അവിടെ ഇരുന്ന് ഉരുട്ടി വിഴുങ്ങുമ്പോ. പിന്നെ അച്ഛാ, പുറം കാര്യങ്ങളൊക്കെ സഹദേവൻ നോക്കി. അതിനെല്ലാത്തിനും എന്റെ ഒരു മേൽനോട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി. സാധനങ്ങളുടെ വിലയാ ഭയങ്കരം. കേട്ടാ ഒരാളും വിശ്വസിക്കില്ല. സാരമില്ല, ഞാൻ വിശ്വസിച്ചോളും. ചോദിക്കുമ്പോ പറഞ്ഞാ മതി. അതിനു മുമ്പ് നീ നിന്റെ പെങ്ങളെ ഒക്കത്തെടുത്ത് അപ്പുറത്തെങ്ങാനും കൊണ്ടുവെക്ക്. ഇവരുടെ ഈ കരച്ചിൽ എനിക്ക് അത്ര പിടിക്കുന്നില്ല. എനിക്കറിയാം, പായമോള് വരാത്തതിന് അച്ഛൻ എന്നോടാ ദേഷ്യം. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്റെ കൂടെ പുറപ്പെ നീ എന്തിനാ ഇങ്ങനെ കരയണേ? നീ കരയണ കാണുമ്പോ എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. കേട്ടില്ലേ വെച്ചിട്ടാ? എന്താ? എനിക്ക് അല്പം സ്വസ്ഥത തരുമോ? മുത്തച്ഛ, മുത്തച്ഛ, ഞാൻ പറഞ്ഞില്ലേ മുത്തച്ഛ, അവൾ പുറപ്പെട്ടിട്ടില്ല. ഇതാ കമ്പി വന്നിട്ടുണ്ട്. അവൾക്ക് അവിടെ എന്തോ ജോലി തിരക്കാണത്രേ. കാര്യം ഞാനൊരു ഉയർന്ന ഉദ്യോഗസ്ഥനോ വലിയ ബിസിനസ്മാനോ ഒന്നും അല്ലെങ്കിലും ഒരു പെണ്ണിനെ സ്നേഹിക്കാനുള്ള മനസ്സും ചങ്കൂറ്റവും ഈ വീട്ടിൽ മറ്റാരെക്കാളും എനിക്കുണ്ട്. എനിക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് മായ ഇഷ്ടമാണ്. മായയ്ക്ക് എന്നെയും ഇഷ്ടമാകണം. ഇന്നേ സമയം വരെ ജലപാനം പോലും കഴിക്കാതെ മായ അന്വേഷിച്ച് സകല ദിക്കിലും ഓടി നടന്ന് ഒടുവിൽ ഈ കമ്പിയുമായി ഞാനിവിടെ എത്തിയത് അവളെ കാണാൻ മുത്തച്ഛന് എന്നെ പോലെ വിഷമിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് തന്നെയാ. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇനിയെ കാണുന്ന എന്റെ നേരെ വന്നാൽ പലരും കടിച്ചു തിന്നാൻ നേരത്ത് വായി പല്ല് കാണത്തില്ല. ഇറങ്ങിപ്പോയോ പിന്നെ? എന്റെ അച്ഛാ, എന്തോ മോനെ? മുത്തച്ഛൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. അത്രേ ഉള്ളൂ. മായമോള് വരില്ലേടാ ശിവൻകുട്ടി? മായ വരാൻ യാതൊരു വഴിയും ഞാൻ കാണുന്നില്ല. കമ്പിയിൽ പിന്നെ എന്താടാ അവളെ എഴുതിയിരിക്കുന്നത്? 1 കിലോ ചെമ്പ് കമ്പി ഈ ചെറിയ മാമന്റെ തലയെ കെട്ടിവെച്ച് ബോംബെയിലോട്ട് അയക്കാൻ പറഞ്ഞു. അവളിങ്ങോട്ട് വരുന്നില്ലെന്ന്. മായവന്റെ ബോംബെയിൽ എന്തെടുക്കുക? ബോംബെയിൽ അവൾ എന്തെടുക്കണം? നിങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അങ്ങ് അകലെ എന്റെ മായ ബോംബെ നഗരത്തിൽ ഒരു മായാമോഹിനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിനി അവളെ കിട്ടില്ല അച്ഛാ. മായ മായ. വെറും ലൈൻമാനല്ല, കൊട്ടാരൻ ലൈൻമാനാ. പിന്നെ ഇവിടുത്തെ പോലെ ചെതല നിന്ന് അടിനുറുങ്ങിയ പോസ്റ്റിലൊന്നും വലിഞ്ഞു പടഞ്ഞ് കേറണ്ട. എല്ലാം അണ്ടർഗ്രൗണ്ട് ലൈനല്ലേ. ഒരു പണി ചെയ്യാതെ ശമ്പളം കിട്ടുന്നത്. അതാണ് സത്യം. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വേണമെന്ന് മാത്രമേ ഉള്ളൂ. കറണ്ട് പോകുന്ന പ്രശ്നമേ ഇല്ലല്ലോ. അമേരിക്കക്കാരൻ ബോംബിട്ട് നോക്കി കറണ്ട് ഒന്ന് കളയാ. ബൾബൊന്ന് ചിമ്മുക പോലും ചെയ്തില്ല. അല്ല ചേട്ടാ, ഈ അമേരിക്ക ബോംബിട്ടതും യുദ്ധം ചെയ്തതൊക്കെ കുവൈറ്റിലല്ലേ? ആ ചേട്ടൻ ദുബായിലായിരുന്നില്ലേ? എടാ, കുവൈറ്റും ദുബായി എന്നൊക്കെ പറഞ്ഞ നിന്റെ വീടും എന്റെ വീടും പോലെ അടുത്തടുത്ത സ്ഥലങ്ങളല്ലേ. ഇവന് വല്ല വിവരമുണ്ടോ? വെറുതെ മാസ്താണെന്ന് പറഞ്ഞ നടക്കും. അല്ല. ഓ, ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ കാര്യം. 2 വയറങ്ങ് പിരിക്കണമെങ്കിൽ കൈയുറ വേണം, കാലുറ വേണം. ഇനി എന്തൊക്കെ ഉറ വേണോ? താനിങ് മാറുന്നേ. അല്ല, അത് ഞാൻ ഇത് കൊണ്ടുപോവാ. ഇതുകൊണ്ടാണോ പണിയുന്നത്? ആ. ഓൺ ചെയ്യേ. അല്ല, അത് ആ, നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ പണി തുടങ്ങിയതാ നാരായണൻകുട്ടി. നീ ഓൺ ചെയ്യേ. അപ്പൊ ഓൺ ചെയ്യട്ടാ? ധൈര്യമായിട്ട് ഓൺ ചെയ്യടേ. എന്തോ ചേട്ടാ?
ഇപ്പൊ സമാധാനമായല്ലോ. ഒരു ലൈനേ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 3 പോയി. ചേട്ടൻ വീട്ടിൽ പോയേ, വീട്ടിൽ പോയേ. അയ്യേ മാ നിഷാദ പാടും 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 പൂങ്കുയിലിന്റെ പാടും പാടും പൂങ്കുയിൽ പാടും അമ്പേറ്റ് വീണ. അയ്യോ, ഇതെന്ത് പറ്റി? പ്രസവ വേദന സൃഷ്ടി എന്റെ മനസ്സ് കിടന്ന് പിടയുകയാണ്ട. എന്തിന്? വേടന്റെ അമ്പേറ്റ് വീണ ഇടക്കിളികളിൽ ഒരു കിളിയെ ഞാനിന്ന് കണ്ടു. ആ വേദനയിൽ തേങ്ങിക്കരഞ്ഞ് മാ നിഷാദ എന്ന് പാടിയ ആദി കവിയുടെ ഹൃദയം ഞാനിന്ന് കണ്ടു. എവിടെ വെച്ച് കണ്ടു? നീ സിനിമയ്ക്ക് പോയടാ? ഇന്ന് ഷോക്കേറ്റ് പിടഞ്ഞ് പിടഞ്ഞ് മരിച്ച മാടപ്രാവായിരുന്നു ആ കിളി. പിടഞ്ഞ് പിടഞ്ഞൊന്നുമല്ല മരിച്ചത്, മോളിൽ നിന്ന് വീണപ്പോഴേ ചത്തിരുന്നു. നീയായിരുന്നു ആ കാട്ടാളൻ. കാട്ടാളൻ കൃഷ്ണപ്പണിക്ക്. അതാര്? നിന്റെ തന്ത. കേൾക്ക്, അന്ന് ഇണക്കിളിയുടെ മരണത്തിൽ നിന്ന് ആദി കാവ്യമുണ്ടായി. ഇന്ന് ഒരു ഇണപ്രാവിന്റെ മരണത്തിൽ നിന്ന് പ്രേമ കാവ്യം ജനിക്കുകയാണ്. സർഗവേദനയിൽ ഞാൻ കിടന്ന് പുളയുകയാണ്. ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി നിനക്ക് ഷോക്ക് അടിപ്പിക്കേണ്ട ടൈമായി. ഷോക്ക പോടാ. ഒരു കവിയുടെ ആത്മനൊമ്പരം നിനക്ക് മനസ്സിലാവില്ല. അന്ന ഒരേ സ്വഭാവത്തിലുള്ള തൊഴിലുകാര് അടുത്തടുത്തിരിക്കുന്ന വളരെ നല്ലല്ലേ? ടൗണിൽ സ്വർണ്ണക്കടയിൽ നുള്ളിക്കടയില്ലേ? എന്നിട്ട് അവർക്ക് എന്താ കച്ചവടം കിട്ടുന്നില്ലേ? നമ്മളൊന്ന് ഉത്സാഹിച്ച് വിചാരിച്ച ഇതൊരു ജ്യോതിഷ സ്ട്രീറ്റ് ആക്കി മാറ്റാം. അവിടെ പോയി ഭൂതം ഭയോർത്താനം പറയും. വരൂ, ആ ചോന്ന ഷർട്ട് അടുത്ത് വരൂ. കടവുളേ, ഇന്നലെ ഒരുത്തരും വന്നില്ല. കിളിക്കുള്ള വകയെങ്കിലും തരണേ. അത് ആനല്ല അണ്ണന്റെ ചെരുപ്പാ. അണ്ണ ഇങ്ങോട്ട് നോക്ക്. അന്നം വിഷമിക്കണ്ട. പത്തര പ്രവചനത്തിന് വിശ്വാസമുള്ളവര് അങ്ങോട്ടും. നിങ്ങളുടെ വീട്ടിലൊരു മംഗളകാര്യം നടക്കാൻ പോകുന്നുണ്ട്. 9 കുംഭം അല്ല, കുംഭം 9 തീയതി ഭയങ്കരമായൊരു മംഗളകാര്യം നടക്കാൻ പോകുന്നുണ്ട്. വരൂ, മടിക്കാതെ വരൂ. ഭൂതം ഭാവി ഭൂതം ഭാവിയോർമാനം പറയും. ഇറങ്ങി നോക്കിട്ട് പോ. പ്രസന്റ് ടീച്ചർ, ഇത് ചേട്ടന്റെ മോനാണല്ലേ? എന്റെ മോനാ. മിടുക്കൻ. കണ്ടാ ചേട്ടന്റെ മോനാണെന്ന് തോന്നൂല. ഏയ്, ആ അർത്ഥത്തിലല്ല. അല്ല, അയാൾക്ക് ഇപ്പൊ എവിടെയാ പണി? പണിയൊന്നുമില്ല. പാരമ്പര്യ തൊഴിലിൽ മോന് വിശ്വാസമില്ലായിരിക്കും. ഏയ്, ഈ തൊഴിലിൽ അവൻ എന്നേക്കാൾ മിടുക്കനാ. അവനൊരു ഫലം പറഞ്ഞാൽ അക്ഷരം പ്രതിഫലിക്കും. പിന്നെന്താ അവനെ കൂടെ കൂട്ടാത്തത്? കുറെ പഠിച്ചതല്ലേ ഈ കിളിക്കൂട് തൂക്കി നടക്കുന്നത്. കുറച്ചിലാവും. കൊരച്ചല്. തലമുറകളായി കൈമാറി കിട്ടിയ കിളിക്കൂടായത്. എന്റെ കാലശേഷം ഇത് ഏറ്റുവാങ്ങേണ്ടത് അവനാ. എന്ത് ചെയ്യാം, അവന് പദവിയും പത്രാസുമുള്ള വലിയ ആളാകാനാണ് മോഹം. ആ മോഹൻ നല്ലതാ. പക്ഷെ ജാതകത്തിൽ എങ്ങനെ വിധിയുണ്ടോ? നാടൊട്ടുക്ക് കീർത്തിമാനായി തീരും എന്ന ആ ജാതകം. എന്ന് പറഞ്ഞാൽ എടുപടി ഇന്ന് സിനിമയിൽ കയറാൻ പറ്റുമോ? അതിന് സിനിമയിൽ കയറാൻ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ഞങ്ങൾ പറഞ്ഞു. എന്നാലേ ഇവൻ സിനിമയിൽ നിന്ന് വെട്ടിപ്പിടിച്ചോണ്ട് വന്നിട്ട് നിങ്ങൾ കട്ടിച്ചു പോയി അമ്പി. എന്താ നോക്കണേ? എന്നാ അവിടെ നിങ്ങൾ എന്ത് കുന്താണി കാണിക്കണേ? കുറച്ചുകൂടി മേലോട്ട് കയറ്റി അങ്ങാടി വേപ്പോട്ട് അങ്ങോട്ട് മാറില്ല. കൊല്ല ആളെ അത് കൊള്ളാം. ഉറുപ്പിയ കണക്ക് പറഞ്ഞ് കൃത്യമായിട്ട് വാങ്ങണം. 1-ാം തീയതി കുറെ ലക്ഷ്യം വേണം. ഇല്ലെങ്കിൽ നമ്മളിവിടെ തെരഞ്ഞു വരും. തെരഞ്ഞിക്കണ വേണ്ട, നിങ്ങൾ വരണ്ട. പോത്തുപോലെ കിടന്ന് ഉറങ്ങണ്ട. കായുണ്ടാക്കാനെ കൊണ്ടോട്ടിന്ന് കുന്നത്തങ്ങാടിക്ക് തൊളിച്ചത് അന്നന്ന് കിട്ടുന്നത് അന്നന്ന് തുണിക്കോളി. ഒരു 30 ചായ മതിയാവുമല്ലോ അല്ലേ? മതി, കുട്ടികൾക്കൊന്നും വേണ്ട. മൈക്കിക്കൊണ്ട് ക്ഷണിച്ചു വരുത്തിയതല്ലേ. ഒരു ചായയെങ്കിലും കൊടുത്തില്ലെങ്കിൽ വേണ്ട. 3 ചായ മതി. കസേരയിൽ ഇരിക്കണവർക്ക്. 1 ലോം വേണ്ട, പഞ്ചാര. അപ്പൊ കാലി ചായ മതിയോ? മതിയെന്ന്. അശിഷേ, ഈ മേശമേലൊരു ബിരി വേണ്ടോ? അതൊന്നും വേണ്ട. നിങ്ങള് കായൊന്നും മുടക്കണ്ടപ്പാ, നമ്മളെ വീട്ടിൽ നിന്ന് എടുക്കാന്ന്.
ആശിച്ചാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ദോസ്താണ്. ആ കാര്യമൊക്കെ ശരി. ആരായിട്ടുള്ള കൂട്ടൊന്നും വേണ്ട. അനക്ക് അന്റെ പണി தெரிஞ்சுക്കണ. കൈയെടുക്കണോ? ആചാരെ നേരെ അയക്കണം. മെമ്പർ വരുന്നുണ്ട്. ആരും കാറ്റൊഴിച്ചു വിടരുത്. ആരും കാറ്റൊഴിച്ചു വിടരുത്. നമസ്കാരം നമസ്കാരം നമസ്കാരം. മക്കളെ ഒന്നങ്ങാട് മാറി കുറച്ച്. നിങ്ങൾ എന്നെ തുടങ്ങിക്കോളി. മാന്യ മഹാജനങ്ങളെ, നമ്മുടെ കുന്നത്തങ്ങാടി പുരോഗമനത്തിന്റെ പാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഉദാഹരണമാണ് ഈ തുന്നൽ പീടിക. കുന്നത്തങ്ങാടിയിൽ ഒരു നല്ല തുന്നൽ പീടിക ഇല്ല എന്ന ആക്ഷേപം ഇന്നിവിടെ പ്രസക്തമല്ലാതാകുന്നു. കൊണ്ടോട്ടിയിലെ നല്ല തുന്നൽ വിദഗ്ധനായ അസീസ് കുന്നത്തങ്ങാടിയിലും തന്റെ പാടവം കാണിക്കുമെന്ന് നമുക്ക് ആശ്വസിക്കാം. അസീസിനും അദ്ദേഹത്തിന്റെ ബാപ്പ അഹമ്മദ് ഹാജിക്കും കുന്നത്തങ്ങാടിയിലെ നല്ലവരായ നാട്ടുകാരുടെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ ആർദ്രമായ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളട്ടെ. അപ്പൊ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, രാവിലെ ഒരു ചായ, കാലി ചായ, ആ ഉച്ചയ്ക്ക് ഊണ്, രാത്രി ഊണ് വേണമെന്നില്ല, ഒരു നേന്ത്രം പയം. അപ്പൊ സ്പെഷ്യൽ ഒന്നും വേണ്ടേ? ഇറച്ചിയോ മീനോ ഒന്നും വേണ്ടാന്ന്. അവൻ തിന്നണ്ട പ്രായല്ലേ, തിന്നട്ടേന്ന്. എന്നിട്ട് വേണം ഇങ്ങടെ ഖജാന നിറയ്ക്കാൻ. മുണ്ടാണ്ട് അവിടെ കുത്തി ഇരുന്നോളി. ഈ പങ്കപ്പാടൊന്നും വേണ്ടാന്ന്. ഓനെ കൊണ്ട് ഞമ്മക്കൊരു നിക്കാഹ് കഴിപ്പിക്കാം. ഈ കുന്നത്തങ്ങാടി എന്നെ ആലോചിക്കാം. എന്തേ? അത് നിങ്ങൾക്കതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? അതിനുള്ള പ്രായമൊന്നും ഈ നമുക്കിനായിട്ടില്ലാന്ന്. പ്രായമൊക്കെ ആയിട്ടുണ്ട്. അത് ഈ ആഴ്ചയ്ക്ക് ആവുമ്പോ നമ്മൾ അറിയിക്കാം. മുണ്ടാണ്ടിരുന്നോ? ആ അപ്പൊ നമ്മൾ ഇറങ്ങട്ടെ. വെറുതെ ഇംഗ്ലണ്ടും കാർഡും വാങ്ങി കായ് ചെലവാക്കണ്ട. അവിടെ ആരെങ്കിലും മയ്യത്തായ അന്നെ നമ്മൾ അറിയിക്കാം. എന്നാ യാത്രയില്ല മൊയ്തുട്ടി. അങ്ങനെ തന്നെ. വരട്ടെ നായരെ. ആ പ്രസവരക്ഷയ്ക്കും നടുവേദനയ്ക്കും കൊളസ്ട്രോൾ ഉണ്ടാവോ? ഇതാ ഇതൊരു6 കുപ്പി വീതം ഒരു 6 മാസം കൊണ്ട് സേവിക്കുക. ധാരാളം വെള്ളവും കുടിക്കുക. എന്തുമാത്രം വെള്ളം കുടിക്കേണ്ടി വരും? ഇവിടെ വെള്ളം വെച്ചിരിക്കുന്ന എന്തായാലും കുടിച്ചു തീർക്കുക. മഴ വന്നാൽ കൂടെ പിടിക്കുക. അതല്ല, മഴവെള്ളം കുടിക്കണമെന്ന്. അതും ലേശാവാം. എന്തായാലും വെള്ളം കുടിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. കൊളസ്ട്രോൾ ഒക്കെ അങ്ങോട്ട് മാഞ്ഞു പോവും. അതോടെ ഞാനും മാഞ്ഞു പോവോ? ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ ഇവിടെ വരിക. ജീവനുണ്ടെങ്കിൽ വരാം. പേടിക്കണ്ട, ഇത് തുടക്കം മാത്രാ. നിയന്ത്രിച്ചാൽ കോളറ ഇല്ലാതാക്കാം. കോളറ അല്ല, കൊളസ്ട്രോൾ. അത് തന്നെ. പോയിക്കോളൂ. എന്താ ചെമ്പുട്ടിയേട്ടാ, ഇതുവഴി പോകാറില്ലല്ലോ? ഇനി ഒരു വഴിക്കും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? എവിടെയോ ഒരു കൊളസ്ട്രോൾ. ഇത്ര ചെറുപ്പത്തിലെ തന്നെ അച്ഛൻ മരുന്ന് തന്നിട്ടുണ്ട്. ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് വസുമതി. വരട്ടെ, എന്റെ പോട്ടെ. ശിവൻകുട്ടിയേട്ടാ, നമ്മുടെ വീട്ടിൽ മാനശേശ്വരി ചേച്ചി താമസിക്കാൻ വന്നു. ഏത് മാനശേശ്വരി? ശിവൻകുട്ടിയേട്ടൻ കയറി പിടിച്ചില്ലേ, ആ മാനശേശ്വരി ചേച്ചി. എന്തിനോ? വെച്ചോ വെച്ചോ. എടാ വാസുണ്ണി, അവരെന്തിനാടാ കുഞ്ഞിനെ കൊണ്ട് പഠിപ്പരി വന്നിരിക്കുന്നേ? കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതായിരിക്കും. നമുക്കൊന്ന് ലോഹ്യം പറഞ്ഞ് മുട്ടി നോക്കിയാലോ? അത് വേണോ? ഒരിക്കൽ മുട്ടിയതിന്റെ തട്ട് ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ കൂടെ ഇല്ലേ, ധൈര്യമായിട്ട് പോ. എന്നാ ഒരു സോറി പറഞ്ഞിട്ട് പോരാ. അതേതാടാ ഒരു കുളക്കോഴി? മാനശേശ്വരി ചേച്ചിയുടെ ബ്രദറാ, പരമാനന്ദ ഗുപ്തച്ചേട്ടൻ. പരമാനന്ദ ഗുപ്ത. आप कैसा है? सिल्वर प्लस में सफींदर गुल्फी ഉട്ടാലങ്ങിന്റെ ജൂഹു ബീച്ച് में दिल बहार है. കുത്തി പൊട്ടും. ഇവിടെ പുതിയ ആൾക്കാർ താമസിക്കാൻ വന്നു എന്ന് ഇവൻ പറഞ്ഞപ്പോ കൊളസ്ട്രോൾ ആയിട്ടും ഞാൻ ഓടി വരിക. മായ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പൊ ഞാൻ അന്ന് അറിയാതെ കയറി പിടിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. അതൊക്കെ പോട്ടെ. താമസമൊക്കെ എങ്ങനെയുണ്ട്? അച്ഛാ ഹേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം. ഐ എം ശിവൻകുട്ടി, ശിവൻകുട്ടി എന്നെ കൈതരൂ. ये क्या करता है साहब? ये आपका माया देवी है. हाँ बोलो,
ഈ വിചിത്ര ജീവി എവിടെ നീട്ടി മാനസേശ്വരി ദേവി? എനിക്ക് അറിഞ്ഞൂടാ ശിവമുട്ടേട്ടാ, അതാ ഡോക്ടറോട് ചോദിക്കണം. മായാണിത്. അയ്യോ. പ്രിയപ്പെട്ട അച്ഛ, അങ്ങയുടെ സിരകളിൽ ഓടിയിരുന്ന സംഗീത രക്തം അല്പമെങ്കിലും ഈ എളിയ കലാകാരന്റെ സിരകളിൽ ഓടിക്കണേ. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഇന്നെങ്കിലും സെലക്ഷൻ കമ്മിറ്റിക്ക് സൽബുദ്ധി തോന്നണേ. ഇത് 4ാം തവണയാണ് ആകാശവാണിയിലെ ഓഡിഷൻ ടെസ്റ്റ്. എന്നാണ് ഒരു ദിവസം ബെസ്റ്റ് പ്ലേബാക്ക് സിംഗർ ശരചന്ദ്രനാഥ് എന്ന് എഴുതി ഒരെണ്ണം ഇതുപോലെ ഷെൽഫിൽ ഇരിക്കുക. അതെ അതെ, എവരി കുഞ്ഞാടൻ ഹാസ് എ ഡേ എന്നല്ലേ? ഇളിച്ചോടി ഇളിച്ചോ, നിനക്കൊന്നും ഇപ്പൊ എന്നൊരു വിലയില്ലല്ലോ. നീയൊക്കെ എന്റെ കാൽ കീഴിൽ വന്ന് ചുരുണ്ടു മടങ്ങി കിടക്കണ ഒരു ദിവസം വരും. പുച്ഛല്ലേ നിനക്കൊക്കെ പുച്ഛം. രാവിലെ വണ്ടിക്കൂലിക്ക് പൈസ ചോദിച്ചപ്പോ നിന്റെ പിശുക്കൻ വലിയേട്ടൻ തമ്പുരാന്റെ മുഖത്തും കണ്ടു ഒരു പുച്ഛം. ഈ വീട്ടിൽ അമ്മയ്ക്ക് മാത്രമാണ് എന്നിലെ ഗായകനെ തിരിച്ചറിയാനുള്ള കഴിവുള്ളത്. ഒരു യഥാർത്ഥ കലാകാരനെ തിരിച്ചറിയാൻ പെറ്റ വയറിന് മാത്രമേ കഴിയൂ. എവിടമ്മ? എടാ പരീക്കുട്ടി, എന്താടാ മീൻ? ഒന്ന് നോക്കട്ടെ. നോക്കണ്ട, ഭയങ്കര വിലയാ. അതെന്താടാ, വിലയുള്ള മീൻ കൂട്ടാൻ മാത്രം വിലയില്ലേ ഞങ്ങൾക്ക്? നേരത്തെ വാങ്ങിച്ചതിന്റെ കാശ് ഒന്ന് തീർത്തിട്ട് നിലയും വിലയും പറയാം. അത് നീ സച്ചിയോട് വാങ്ങിയില്ലേ? ചോദിക്കേണ്ട താമസം. ആരോട് ചോദിച്ചിട്ടാ ഇത്രയും വലിയ വിലയുടെ മീൻ കൊടുത്തതെന്നും പറഞ്ഞു ഒറ്റ ചാട്ടം. ഇനി എത്ര നടക്കണം ആ കാശ് മേടിച്ചെടുക്കാൻ? ഈശ്വരാ, നല്ല പെടക്കണ കരിമീൻ. കരിമീൻ കൂട്ടി ചോറിന്റെ കാലം മറന്നു. നീ 1 കിലോ ഇങ്ങ് എടുക്ക. എന്നിട്ട് മേടിക്കുമ്പോ ഇതിന്റെ വിലയും കൂടെ ചേർത്ത് മേടിച്ചോ സച്ചിയുടെ അടുത്തുനിന്ന്. അത് ശരിയാവില്ല സാവിത്രമ്മേ, ഇപ്പൊ റൊക്കം കച്ചവടമുള്ളൂ. എടാ, പണ്ട് നിന്റെ ബാപ്പ കുഞ്ഞുമരക്കാരിക്ക് ഇവിടെ കൊണ്ട് തന്ന മീനിന് വല്ല കയ്യും കണക്കുണ്ടോടാ? എന്നിട്ട് 5 പൈസയുടെ കണക്ക് അങ്ങേര് ഇതുവരെ പറഞ്ഞിട്ടില്ല. നിന്റെ മീനൊക്കെ വിൽക്കാതെ ചീഞ്ഞു പോവുള്ളൂ. ഇതല്ലേ രവീന്ദ്രനാഥ മാഷിന്റെ വീട്? എന്താ? രവീന്ദ്രനാഥ മാഷിന്റെ ഭാര്യ? അതെ. ആഹാ, ഞങ്ങൾ ടിവിയുടെ ആൾക്കാരാ. രവീന്ദ്രനാഥ മാഷിനെ പറ്റി ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി. ഇവിടെ ഇപ്പൊ ആർക്കും TV സീരിയലൊന്നും അഭിനയിക്കണ്ട. സീരിയലല്ല, സാറിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ടെലികാസ്റ്റ് ചെയ്യാനുള്ള ഒരു ഡോക്യുമെന്ററിയാ. മരിച്ച അന്ന് മുതൽ ഓരോരുത്തർമാര് വന്ന് വീടും ഫോട്ടോയോ അവാർഡും ഒക്കെ പടം പിടിച്ചോണ്ട് പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഗുണം? നിങ്ങൾ പോയട്ടെ. അയ്യോ, ചതിക്കരുത് ചേച്ചി. ചേച്ചിയുടെ ഒരു സ്റ്റേറ്റ്മെന്റും ഈ വീഡിയോ ഒക്കെ ഒന്ന് കവർ ചെയ്യാതെ ഞങ്ങളുടെ പ്രോഗ്രാം പൂർണ്ണാവില്ല. ചേച്ചി ഒന്ന് സഹകരിക്കണം. എന്താ കാര്യം? TV-ക്കാരാ അച്ഛനെ പറ്റി ഏതാണ്ട് പടം പിടിക്കാൻ വന്നതെന്ന്. ആണോ? ഒരു സാറിന്റെ മകനാണോ? അതെ, ഇളയ മകൻ ശരത്ചന്ദ്രനാഥ്. മൂത്തൊരാളുണ്ട്, പക്ഷെ അച്ഛന്റെ സംഗീത പൈതൃകം കിട്ടിയിരിക്കുന്നത് എനിക്കാണെന്നാണ് എല്ലാരും പറയണത്. ഓ, എനിക്ക് താങ്കളുടെ ഒരു ഇന്റർവ്യൂ വേണം. അതിനെന്താ, നിങ്ങൾ ക്യാമറ റെഡി ആയിക്കോളൂ, നമുക്ക് അകത്തിരിക്കാം. അല്ലെങ്കിൽ ഔട്ട്ഡോറല്ലേ നല്ലത്? ഔട്ട്ഡോറിൽ എടുക്കാം, പക്ഷെ അതിനു മുൻപ് നമുക്ക് അമ്മേന്ന് തുടങ്ങാം. അതല്ല അതിന്റെ ഒരു ഭംഗി. അമ്മ ഒരു 2 മിനിറ്റ്. നിങ്ങൾ നിർബന്ധിക്കുമ്പോ ഞാൻ എങ്ങനെയാ വേണ്ടാന്ന് പറയാ. പക്ഷേ ഇതൊക്കെ നാട്ടുകാർ കാണേണ്ടതല്ലേ? നല്ലൊരു സാരിയെ കൊടുത്തില്ലെങ്കിൽ അതിന്റെ കുറച്ചില് അങ്ങേർക്കും കൂടിയല്ലേ. അതിനെന്താ, ചേച്ചി സാരി മാറി വന്നോളൂ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അതല്ല, ഇപ്പൊ ഒരു പട്ടുസാരി കൊടുക്കാണ്ട്. ചേച്ചി പട്ടുസാരി എടുത്തോളൂ. അതിനിപ്പോ ഇവിടെ പുതിയ പട്ടുസാരി ഒന്നും ഇരിപ്പില്ലേ? ഏതായാലും നിങ്ങക്ക് പടം പിടിച്ചല്ലേ പറ്റൂ. അപ്പൊ നിങ്ങൾ തന്നെ ഒരു പട്ടുസാരി വാങ്ങിച്ചതാ. ഇങ്ങനെ ഇരുന്നാ മതിയോ? സാരി നന്നായിട്ടുണ്ടല്ലേ? അപ്പൊ തുടങ്ങാം. അല്ല, എന്താ പറയണ്ടേ? എന്തൊരു സ്ത്രീയാ അവര്. പട്ടുസാരി കിട്ടിയിട്ട് അടങ്ങിയുള്ളൂ. മാത്രോ ഷൂട്ട് കാരണം ഉച്ചയ്ക്ക് പാചകം മുടങ്ങിയെന്ന് പറഞ്ഞ് വീട്ടിലുള്ളവർക്കൊക്കെ പൊറോട്ടയും ചില്ലി ചിക്കൻ. ആ മാഷ് എങ്ങനെ സഹിച്ചിരുന്നാവോ അവര്. എല്ലാവരും പറയും വലിയ കലാകാരനാണ്, മഹാനാണെന്നൊക്കെ. പക്ഷെ ഞങ്ങൾക്കൊരു 10 പൈസയുടെ സഹായം ആരുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടില്ല. മാഷിന്റെ പാട്ടുകൾക്ക് ഏതൊക്കെ രീതിയിലാണ് ചേച്ചി പ്രചോദനമായിട്ടുള്ളത്? എന്ത്? ഇവിടെ ഈ വരാന്തയിൽ ഇരുന്ന് ആളും തീറ്റയൊക്കെ ആയിട്ട് വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കണ കേൾക്കാം. ഞാനതൊന്നും ശ്രദ്ധിക്കാനേ പോവാറില്ല. പിന്നെ ഈ പാട്ടൊക്കെ എപ്പോഴും ഉണ്ടാക്കിയെന്ന് ചോദിച്ചാ എനിക്ക് അതൊട്ട് അറിയേയില്ല. ഇത് മതി. ഇവരുടെ ഈ കത്തി നാട്ടുകാരെ കേട്ട മാഷെ പറ്റിയുള്ള എല്ലാ ഇംപ്രഷൻ പോകും. നമസ്കാരം. ഇത് ചുള്ളിക്കൽ ഭാസ്കരൻ, രവീന്ദ്രനാഥൻ മാഷിന്റെ സന്തത സഹചാരിയും ആദ്യകാല സഹപ്രവർത്തകരിൽ ഒരാളുമായ തബലിസ്റ്റ്. തബല ഭാസ്കരൻ എന്ന് പറഞ്ഞാലേ ആളുകൾ അറിയൂ. സ്നേഹം കൂടുമ്പോ രവിയേട്ടൻ തവള ഭാസ്കരാന്ന് വിളിക്കും. ഇതെന്താ ആശുപത്രിയില്? ഇടക്കിടക്ക് കരലിന്റെ കണ്ടീഷൻ മോശമാകുമ്പോ രവിയേട്ടന്റെ മോൻ സച്ചി നിർബന്ധിച്ച് ഇവിടെ കൊണ്ടൊക്കെ എടുത്തും. ഇപ്പൊ ഒരാഴ്ചയായി. സർവീസ് കഴിഞ്ഞ് ലിവർ കുട്ടപ്പനായ പിന്നെ തുടങ്ങാനൊരു ഉഷാറുണ്ടാവുമല്ലോ. ഇപ്പൊ പറഞ്ഞ കട്ട് ചെയ്തേ കേട്ടാ. വെറുതെ ഡീസന്റ് ആയി ജീവിക്കണം നമ്മള്. കള്ളുടിയന്മാരാണെന്ന് നാട്ടുകാർ തെറ്റിദ്ധരിക്കണ്ടല്ല. സോജാ രാജകുമാരി സോജാ സോജാ. നമസ്കാരം, ഞാൻ സൈഗാൾ യൂസുഫ്. സൈഗാളിന്റെ പാട്ടുകൾ സ്ഥിരമായി പാടിയതുകൊണ്ട് മൂപ്പര് തന്നെ എനിക്ക് കിട്ടുന്ന പേരാ സൈഗാള്. പണ്ട് മൂപ്പരുടെ ഗാനമേളയ്ക്ക് സ്ഥിരം പെട്ടി വായിച്ചത് ഞാനാ. അതൊരു കാലം.
4 തവണ സിനിമയിൽ പാടാൻ ചാൻസ് തന്നതാ. റെക്കോർഡിംഗ് തിയേറ്റർ ചെല്ലുമ്പോ ഒച്ച പണി മുടക്കും. അങ്ങനെ പണി മുടക്കി മൂപ്പർ പറഞ്ഞു നീ ഇനി പാടണ്ടെന്ന്. ഇത് ലൂയി ആൻഡ്രൂസ് പെരേര. രവീന്ദ്രനാഥിന്റെ പാട്ടുകളിലെ പ്രധാന ആകർഷണമായ ക്ലാരനെറ്റ് വായിച്ചിരുന്നത് കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ഈ ലൂയി അങ്കിളാണ്. സർ, രവീന്ദ്രനാഥൻ മാഷിന്റെ മൂത്ത മകൻ അന്വേഷിച്ചു വന്നിട്ടുണ്ട്. സാറിനെ കാണണമെന്ന് പറഞ്ഞു. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. അയാളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി എടുത്തേക്കാം. അയാളോട് വെയിറ്റ് ചെയ്യാൻ പറയും. അനീഷ്, ആ ക്യാമറയും സെറ്റ് ചെയ്തോളൂ. ഓക്കെ. ഇതിലാരാ രവീന്ദ്ര മാഷിന്റെ മകൻ? ഞാനാ. എന്താ തെളിവ് ഹാജരാക്കണോ? അങ്ങോട്ട് വന്നോളൂ, നമുക്ക് ഔട്ട്ഡോറിൽ എടുക്കാം. ശിവ, ക്യാമറ സ്റ്റാൻഡിൽ വെക്കാം. ആരെ സ്റ്റാൻഡിൽ വെക്കാൻ? ഇങ്ങോട്ട് വന്നത് നന്നായി. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോ കണ്ടില്ല. അച്ഛനുമായിട്ടുള്ള കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഓർമ്മകൾ പറഞ്ഞാൽ മതി. വരൂ. തോറ്റു തൊപ്പിട്ട് ഇറങ്ങിയിരിക്കുക. ലുക്ക്, നിങ്ങൾ റൈറ്റ്സ് വാങ്ങിയിട്ടുണ്ടോ? റൈറ്റ്സോ? എന്ത് റൈറ്റ്സ്? റൈറ്റ്സ്, പകർപ്പവകാശം. ഇനി അതൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ഷൂട്ട് ചെയ്താൽ മതി. കുറെ കാലമായിട്ടുണ്ട് തുടങ്ങിയിട്ട്. പല കോലത്തിലും പല പേരിട്ടും പ്രോഗ്രാംസ് ഉണ്ടാക്കി അച്ഛനെ വിറ്റ് കാശാക്കുന്നത്. ഇനി നടക്കില്ല. ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ നിങ്ങൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. സംഗീത ചക്രവർത്തി, അതുലിനായ കലാകാരൻ. കുറെ കേട്ടതാ. സംഗീത ചക്രവർത്തിയുടെ കുടുംബത്തെ അടുപ്പെരിയണ്ടോന്ന് അറിയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്കാർക്കും. മലയാളികള് എന്നും ഓർമ്മിക്കുന്ന ഒരു പിടി മധുര ഗാനങ്ങൾ ഉണ്ടാക്കിയ ആ ആളിന്റെ വീട്ടില് ചായയിലിടാൻ പഞ്ചസാര ഉണ്ടോന്ന് അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? പേരും പ്രശസ്തിയും തിന്ന വിശപ്പ് മാറുമോ സുഹൃത്തെ? അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടുമോ? ഹൈ, അരി കിട്ടുമോ സുഹൃത്തെ? അച്ഛൻ മരിക്കുമ്പോ 10ാം ക്ലാസ്സിലെ മോഡൽ എക്സാം ആയിരുന്നു എനിക്ക്. അതോടെ പരീക്ഷ മുടങ്ങി. ആരാധകരും നാട്ടുകാരൊക്കെ കൂടി ആർഭാടമായിട്ട് ദയിപ്പിക്കലും അനുശോചനമൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോയപ്പോ കുറച്ച് ആൾക്കാർ മാത്രം അവിടെ നിന്നു. അച്ഛന്റെ കടക്കാര് അന്ന് തൊട്ട് തുടങ്ങിയതാ കടം വീട്ടാനും കുടുംബം പോറ്റാനുള്ള എന്റെ നെട്ടോട്ടം. അതുകൊണ്ട് എന്റെ സുഹൃത്തെ, എന്റെ കൊക്കില് ജീവനുള്ളിടത്തോളം കാലം അച്ഛനും അച്ഛന്റെ പാട്ടുകളും കീറിമുറിച്ച് എപ്പിഡോസുകളാക്കി വിൽക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് ഞാൻ സമ്മതിക്കില്ല. അതെ, ഇത് വെച്ച് നോക്കുമ്പോ അമ്മ ഭേദ. എന്തെങ്കിലും നക്കാപ്പിച്ചോടുത്ത് ഒതുക്കാൻ നോക്ക്. നക്കാപ്പിച്ചയ്ക്കും കള്ളിനും അച്ഛൻ പാട്ടുണ്ടാക്കിണ്ട് ഒരുപാട്. അത് പണ്ട്. ഇനി എപ്പിസോഡ് കണക്കാ. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഈ പ്രോഗ്രാം എത്ര എപ്പിസോഡാ? 2. ഓക്കെ. അമ്പലം വെച്ചാൽ നമ്മളൊരു എപ്പിസോഡ് ചാർജ് ചെയ്തു. അപ്പൊ ഒരു 1 ലക്ഷം. 1 ലക്ഷോ? ഏത് വകയില്? റൈറ്റ്സിന്റെ വകയില്. മനസ്സിലായില്ല? പ്രൊഡ്യൂസറാ? പ്രൊഡ്യൂസറാണല്ലേ. ചാരപ്പഴല്ലേ ഒന്നുള്ളൂ. ഇത് ഞങ്ങൾ നേരത്തെ സംസാരിച്ചോണ്ടിരുന്ന 1 ലക്ഷം. അതിപ്പോ ക്യാഷ് ആയിട്ടോ DD ആയിട്ടോ അല്ലെങ്കിൽ ചെക്കായിട്ട് വന്നിട്ട് ഷൂട്ട് ചെയ്തോളൂ. അല്ല, ചെക്കായിട്ട് വേണ്ട. അതിന് അത് മടങ്ങി കേസായി പിന്നെ പ്രൊഡ്യൂസറായിട്ട് പ്രശ്നമല്ലേ തന്നെ നേരില്ല. അനീഷ, ക്യാമറ അകത്തേക്ക് കൊണ്ടോ. നമ്മുടെ ദാസേട്ടന്റെയും എസ് ജാനയുടെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അല്ലാതെ സാറങ്ങനെ ചൂടായിട്ട് പോകേണ്ട കാര്യമില്ല. എന്ത് കാര്യത്തിനൊരു കോംപ്രമൈസ് ഉള്ള കേട്ടാ. ഇതിലിപ്പോ എന്ത് കോംപ്രമൈസ്? ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നില്ല. അല്ല, റേറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു പാലമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന സാമാന്യ തത്വം അനുസരിച്ച് കുറച്ച് താഴോട്ട് വരുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ലട്ടാ. ഒരു എപ്പിസോഡിന് ഒരു 25,000 രൂപ തന്നാലും മതി. താങ്കളുടെ പേരെന്താ? സച്ചിദാനന്ദൻ. പരിചയപ്പെട്ടില്ല, സന്തോഷം. അല്ല, സന്തോഷം എനിക്കും വേണ്ടേ. ഞാൻ റേറ്റ് എത്രയും കുറയ്ക്കാട്ടോ. നമ്മൾ സംസാരിച്ച എത്രയും കുറയട്ടോ. മോനെ ഒന്ന് ശരിയാക്കി തടാ. തുടങ്ങി ഉടനെ ഓവർ ആക്കിയപ്പോ തന്നെ ഞാൻ കരുതിയതാ കയ്യിന്ന് പോയിന്ന്. വാ പോ. അല്ല, അങ്ങനെ പോയാലെങ്ങനെ? നമുക്ക് കുറച്ചുകൂടി കുറയ്ക്കല്ലേ? നീ ഒന്ന് പോയി സംസാരിക്കോ? അങ്ങോട്ട് ഞാൻ അടിച്ചു പരത്തി 10,000 എപ്പിസോഡാക്ക അയാൾ എന്നെ. 2 മെഗാ സീരിയൽ ഡയറക്ട് ചെയ്യുന്ന ആളാ. നിന്റെ നാവിന്റെ അത്ര നീളമുള്ള മെഗാ സീരിയലൊന്നും മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല മോനെ ലാലപ്പാ. ചെന്ന് വിജയ് ശ്രീലാടത്തിനടുത്ത് തിരിച്ചു വാ. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എത്ര വരെ താഴാ? 10,000. ആ പരിപ്പ് അവിടെ വേവില്ല. 5,000. അതും വേവില്ല. 3,000. വേവില്ല. 2,000. അതിൽ തണ നമ്മുടെ പരിപ്പും വേവൂല. നീ ഒന്ന് ചെന്നേ. പിന്നെയും കുറച്ച് 500. ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ 5,000 തന്നെ ഇങ്ങോട്ട് പോന്നേനെ. അതെങ്ങനെയാ? ആത്മാർത്ഥത വേണോടാ, ആത്മാർത്ഥത. നിനക്ക് വരെ ഒരു കഴുതയാണ് പറഞ്ഞയച്ചിരുന്നെങ്കിൽ അത് ഇതിനേക്കാൾ നന്നിട്ട് ബാർഗൈൻ ചെയ്തേനെ. കഴുത പുറത്തുനിന്നതിന് ഞാനെന്ത് ചെയ്യാനാ? നോക്കി പേടിപ്പിക്കല്ലേ. ഇത് തന്നെ തന്നതേ അച്ഛനോടുള്ള ബഹുമാനം കൊണ്ടാ. അതവര് പറയുകയും ചെയ്തു. ഞാൻ ഇന്നും അച്ഛനെ ഒരുപാട് ചേർത്ത് വിളിച്ചു അല്ലടാ. അതൊരു പുതിയ കാര്യമൊന്നല്ലല്ലോ. പക്ഷെ ഈ റെഡിമെയ്ഡ് വാചകങ്ങളൊന്നും മാറ്റണട്ടോ. പേരും പ്രശസ്തി നിന്ന വിശപ്പ് മാറൂ, അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടൂ. കേട്ട് ബോറടിച്ചു. ബോറടിക്കാൻ നീ എന്തിനാ എന്റെ കൂടെ എപ്പോഴും നടക്കണേ? വണ്ടി എടുക്കണ, ആശുപത്രി ഭാസ്കരൻ ഇറക്കണം. ജയിലിൽ നിന്ന് ഇറക്കണം എന്ന് പറയണ പോലെ. ജയിലിൽ നിന്റെ അമ്മ ഇപ്പൊ നടക്കടാ. എന്താടത്? ഇതാറ് കഴിഞ്ഞ് ഞാൻ ഡോക്ടറായനെ. ഈ ബില്ല് കൂടി ബാക്കിയുണ്ട്. ബില്ലോ? ഇനി ഏത് ബില്ല്? ബില്ലല്ലേ അടച്ചത്? ലാബിന്റെ ബില്ല് അടച്ചിട്ടില്ല. 360 രൂപ കൂടി വേണം. എന്തോര് പറഞ്ഞേ? 360 രൂപ കൂടി വേണോന്ന്. നിങ്ങക്ക് നേരത്തെ പറഞ്ഞോടായിരുന്നോ? 2 ദിവസം മുമ്പ് ഓർമ്മിപ്പിച്ചതാ.
അപ്പൊ എല്ലാം കൂടി ഡിസ്ചാർജ് ചെയ്യുമ്പോ അടയ്ക്കാന്നല്ലേ പറഞ്ഞേ? തോന്നുമ്പോ തോന്നിയല്ലോ. എന്ത് ആശുപത്രി ബ്ലേഡ് കമ്പനിയാ? നിങ്ങളുടെ കള്ളക്കളി എന്റെ അടുത്ത് വേണ്ട. എന്ത് കളി? കള്ളക്കളി. നിങ്ങളുടെ പേഷ്യന്റിന്റെ ബ്ലഡ് യൂറിനും ടെസ്റ്റ് ചെയ്തത് തന്നെയാ. യൂറിൻ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ആ ഇരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഒരു തുള്ളി ബ്ലഡ് ഇല്ല, ഫുൾ ചാരായ. ബ്ലഡ് ഉണ്ടായിരുന്നെങ്കിൽ അയാളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുമായിരുന്നോ? കണ്ണി ചോരയില്ലാത്തവൻ. ഒരു മിനിറ്റ് മോനെ സച്ചി, പോണ്ട നമുക്ക് ഒരു ബില്ല് കൊടുക്കണം. ഇത്രക്ക് നേരോ ഒന്ന് പുറത്തിറങ്ങിയ ബാസ്കറ്റിനകത്ത് കാറ്റുള്ളായിരുന്നേ. ബാക്കിയുള്ളവരുടെ കാറ്റ് പോറായി. കയ്യിൽ കാച്ചിന് 360 രൂപ എടുത്ത്. നീ എന്താ കളിയാക്കണ? അവന്റെ ഒരു തമാശ കാച്ചേ, അതും എന്നോട്. ലാലപ്പ, നിന്റെ വല്ലതും ഉണ്ടോടാ? എന്റെ ഇപ്പൊ ഒരു അറിഞ്ഞാനുണ്ട്. അറിഞ്ഞാണെങ്കിൽ അറിഞ്ഞാണം. തൽക്കാലം പണയം വെക്കാം, കാര്യം നടക്കട്ടെ. അതിന് ഈ കറുത്തയാരുടെ പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ ജെനിഫറിനൊന്ന് വിളിച്ചാലോ? ഞാൻ മനസ്സിന് വിചാരിച്ചോളൂ, ഇപ്പൊ വണ്ടി അവിടെ ചെന്ന് ഇടിച്ചു വെക്കുമെന്ന്. സച്ചിട്ട് ധൈര്യമായിട്ട് വിളിക്കും.